150 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സ്. ഒരെണ്ണത്തിന് 150 രൂപ. അങ്ങനെ ഞാനൊരു 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലിടാൻ പോകുന്നത് കരിയിലയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബേസായിട്ട് ചകിരി ഇട്ട് കൊടുത്ത്, പിന്നെ ഇഷ്ടംപോലെ കരിയിലുണ്ട് നമ്മുടെ കയ്യിൽ. മാവിൻ്റെ കരിയിലുണ്ട്. കരിയില ഏതുമായാലും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കടയിൽ നിന്ന് ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അലുത്ത് പോയതാണ്. അപ്പോൾ നമ്മളതെല്ലാം ഇട്ട് ഇനി നമുക്കൊരു പപ്പായ തൈ നടണം. ഈ പപ്പായ തൈ നിൽക്കുന്നത് വേറൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ പെയിൻറ്റിങ് ബക്കറ്റ് ചെറുതായിട്ട് ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറേ മുന്നത്തെ പെയിൻറ്റിങ് ബക്കറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ആ മണ്ണ് കൊടുക്കനെ തന്നെ ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി കുറച്ച് നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നമുക്കൊരു തൈ പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ പ്രത്യേകിച്ച് മണ്ണൊന്നുമില്ല. നമ്മൾ ആ ചട്ടിയിലുണ്ടായിരുന്ന ആ ബക്കറ്റിലുണ്ടായിരുന്ന മണ്ണ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് മണ്ണായിട്ട് ദ്രവിച്ച് പോകുന്നോളും. ഇടയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പപ്പായ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെയാണ് നല്ല നനവ്, ചീഞ്ഞു പോവും. അപ്പോൾ അധികം നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ മറ്റേ ഭാഗത്തേക്ക്. അപ്പോൾ ഈ പപ്പായ നട്ടത് ഫ്രീസർ വരുന്ന ആ ഒരു ഏരിയയിൽ അപ്പോൾ അതിലാണ് നട്ടത്. അപ്പോൾ ഇത് ഇനി കുറേ ചേമ്പുണ്ട്. ചേമ്പ് ഒരുപാട് ചാക്കിലുണ്ട് കേട്ടോ. കുറേ ചേമ്പിൻ്റെ കട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം നട്ട് വെക്കാം. ഒരു 10ഓളം ചേമ്പും കടയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ നട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീണ്ടും ഒരു പപ്പായ തൈ ഇതിൻ്റെ നടുവിൽ കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പിന് അധികം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നടുവിൽ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്നില്ല. ഞാൻ വീണ്ടും ഒരു പപ്പായ തൈയും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സെയിം മെത്തേഡിൽ തന്നെ അത് ആദ്യം ചകിരി ഇട്ടു, പിന്നെ കരിയിലിട്ടു, പിന്നെ പച്ചക്കറിയുടെ കുറേ വേസ്റ്റ് ഇട്ടു. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഇതും ചെയ്തിട്ടുള്ളത്, ഈ പൊട്ടി മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണെന്ന് പറഞ്ഞത് നമ്മുടെ കരിയില കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കരിയിലയുടെ കമ്പോസ്റ്റാണ് നമ്മൾ മണ്ണായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്ര പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 പപ്പായ നടുന്നതും ചേമ്പ് നടുന്നതും അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പിടിച്ച് വരലൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നനച്ചു കൊടുക്കുക, നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക.